കണ്ണ, ഇഷ്ടമില്ലാത്ത ജോലിക്ക് അമ്മ നിർബന്ധിച്ച് അയക്കുകയാണെന്ന് വിചാരിക്കരുത്. അങ്ങനൊന്നുമില്ല. അമ്മയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ. ഡേ പട്ടാഭി, അമ്മയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. കണ്ണ, നീ ഒരു ബ്രാഹ്മണനാണ്. നിന്റെ ദേഹത്ത് കിടക്കുന്നത് പൂണൂല്. ബ്രാഹ്മണന്റെ മഹത്വവും പൂണൂലിന്റെ പുണ്യവും എന്റെ മോനൊരിടത്തും കൈവിടും. അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ പോട്ടെ. പോയിട്ട് വരേം ചൊല്ലടാ കണ്ണ. പോയിട്ട് വരാം. പട്ടാഭി, കേട്ടോടാ. മോളെ, ജി കൃഷ്ണമൂർത്തി, MA ഫസ്റ്റ് ക്ലാസ് ഇൻ ഇക്കണോമിക്സ്. ജി കൃഷ്ണമൂർത്തി, ബെസ്റ്റ് ആക്ടർ, ഇന്റർ കൊളീജിയറ്റ് ഡ്രാമ കോമ്പറ്റീഷൻ. ജി കൃഷ്ണമൂർത്തി, ബെസ്റ്റ് ആക്ടർ, യൂണിവേഴ്സിറ്റി ഡ്രാമ കോമ്പറ്റീഷൻ. എന്താ മിസ്റ്റർ തോമസ് ഇത്? എനിക്കവിടെ നാടകമിൽ തുടങ്ങാനല്ല, ഇങ്ങനെ കാലം വെച്ചാണോ നമ്മൾ കോളനി ഒഴിപ്പിക്കാൻ പോകുന്നത്, കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത്? സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇയാൾ കറക്റ്റ് ആയിരിക്കും. ഇയാളെ പോലെ ഒരാളെയാണ് നമുക്കവിടെ ആവശ്യം. അല്പസ്വല്പം നാടകവും അഭിനയവും തന്ത്രവും കുതന്ത്രവും ഒക്കെ ഉള്ള ഒരാളെ. സാറ് നോക്കിക്കോ, വിയറ്റ്നാം കോളനി അയാൾ ഒഴിപ്പിച്ചിരിക്കും. താൻ വന്നു അല്ലേ? സോറി, വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കിയതാണ്, പറ്റിയില്ല. അപ്പോ ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ട് തന്റെ മനസ്സലിഞ്ഞില്ല അല്ലേ? അലിഞ്ഞതാണ്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും കട്ടിയായി പോയി. സാർ, അകത്തേക്കെല്ലാം പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ, ഇരിക്കൂ. ഇത് അഡ്വക്കേറ്റ് തോമസ്, കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്. ഹലോ. ഹലോ. കൃഷ്ണമൂർത്തിക്ക് ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ട് സാർ, കുറച്ചൊക്കെ. ഇതാണ് കൃഷ്ണമൂർത്തി പോകേണ്ടതും ഒഴിപ്പിച്ചെടുക്കേണ്ടതുമായ വിയറ്റ്നാം കോളനി. കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ വകയാണ്. പക്ഷേ കോളനി ഇരിക്കുന്ന ഈ സ്ഥലം അവിടെ കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റില്ല. ഇത് വിട്ടുതരാൻ അതിന്റെ ഉടമസ്ഥൻ മൂസസെട്ട് തയ്യാറുമാണ്. പ്രശ്നം അവിടുത്തെ താമസക്കാരാണ്. അവരവിടെ നിന്ന് ഒഴിഞ്ഞു തരില്ല. 100ഓളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ 100ഓളം കുടുംബങ്ങൾ. ഭൂരിഭാഗവും വാടകക്കാരാണ്. പിന്നെ കയ്യേറ്റക്കാരായ കുറെ ഗുണ്ടകളും. ഇവരെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമുക്ക് ന്യായമായിട്ടുള്ള എന്ത് വേണേൽ ചെയ്യാം. വേറെ സ്ഥലം വേണമെങ്കിൽ സ്ഥലം കൊടുക്കാം, വീട് വെച്ചു കൊടുക്കണം വീട് വെച്ചു കൊടുക്കാം. അങ്ങനെ എന്ത് ചെയ്യാനും കമ്പനി തയ്യാറാണ്. ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് അവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് ഇപ്പൊ കൃഷ്ണമൂർത്തി അങ്ങോട്ട് അയക്കുന്നത്. പിന്നെ കൃഷ്ണമൂർത്തി അവിടെ പോകാൻ പോകുന്നതും താമസിക്കാൻ പോകുന്നതും കമ്പനിയുടെ ആളായിട്ടല്ല, കോളനിയെ പറ്റി കഥ എഴുതാൻ ചെന്നിരിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടാ. കമ്പനിയുടെ ആളായിട്ട് അങ്ങോട്ട് ചെന്നാൽ അതിനകത്ത് കാല് കുത്താൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ടാ. കൃഷ്ണമൂർത്തി പേടിക്കണ്ട. കൃഷ്ണമൂർത്തിക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും രഹസ്യമായിട്ട് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടത്തുകാരൻ ഒരു ബ്രോക്കറുണ്ട്, എരുമേലി. അയാൾ കൃഷ്ണമൂർത്തിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. പട്ടാളം മാധവി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്. കൃഷ്ണമൂർത്തി കമ്പനിയുടെ ആളാണെന്ന് അവിടെ ഒരു കുഞ്ഞു പോലും അറിയുന്നു. അറിഞ്ഞാൽ പിന്നെ കൃഷ്ണമൂർത്തി രക്ഷിക്കാൻ ഞങ്ങൾക്കെന്നല്ല ഒരാൾക്കും പറ്റിയൊന്നുമില്ല. ശരി സാർ, അവിടെ ആരും എന്നെ തിരിച്ചറിയില്ല. പിന്നെ അവിടുന്ന് എല്ലാവരും ഒഴിപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ട് വരികയില്ല. പോരെ? ഗുഡ്. വിഷ് യു ഓൾ സക്സസ് ഓവർ വിയറ്റ്നാം കോളനി.